ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും കൃപയും നമ്മുടെ മേൽ എപ്പോഴും ആയിരിക്കുവാനും ഈശോയെ ദർശിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും ഇന്ന ദിവസം ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്നലെ പശ്ചാത്താപത്തെക്കുറിച്ച് കാണുകയായിരുന്നു. പശ്ചാത്തപിക്കുമ്പോൾ നമ്മൾ ഈശോയുടെ പക്കലേക്കാണ് കടന്നു വരേണ്ടത്. പശ്ചാത്താപം എന്നാൽ പാപത്തെക്കുറിച്ചുള്ള ബോധ്യവും അതിനെക്കുറിച്ചുള്ള അനുതാപവുമാണ്, അല്ലെങ്കിൽ ദുഃഖവുമാണ്. മാനസാന്തരത്തിന് വേണ്ടുന്ന പടികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ആദ്യമേ കണ്ടത് പാപബോധമുണ്ടാവുക, രണ്ടാമത് പശ്ചാത്തപിക്കുക, മൂന്ന് മാനസാന്തരത്തിലേക്ക് നയിക്കുക. പശ്ചാത്താപം മാനസാന്തരത്തിലേക്ക് നയിക്കണം. മാനസാന്തരം എന്ന് പറയുന്നത് ഒരു തീരുമാനവും പ്രവൃത്തിയുമാണ്. ഇനി പാപം ചെയ്യുകയില്ല എന്നുള്ള തീരുമാനവും പാപത്തിൽ നിന്ന് അകന്നുള്ള ജീവിതവുമാണ്. നമ്മൾ പാപം ചെയ്യുകയില്ല എന്ന് തീരുമാനമെടുക്കുന്നു, അതുപോലെ തന്നെ പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ ജീവിച്ചാൽ മാത്രം പോരാ, നമ്മൾ ഈശോയിലേക്ക് അടുക്കുകയും ചെയ്യണം. പാപത്തിന് എല്ലാ മേഖലകളിൽ നിന്നും തിരിഞ്ഞ് ഈശോയുടെ പക്കലേക്ക് നമ്മൾ അടുക്കണം. അപ്പോഴാണ് നമ്മൾക്ക് മാനസാന്തരം ഉണ്ടായി എന്ന് പറയാൻ സാധിക്കുക. മാനസാന്തരപ്പെട്ട വ്യക്തികളെ ഈശോ നയിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പൗലോസ് ശ്ലീഹായുടെ ജീവിതമൊക്കെ നമ്മൾക്കത് അറിയാവുന്നതാണ്. എഫെസോസ്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ാം തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങളെ തിരഞ്ഞെടുത്തു. പരിശുദ്ധമായി വിശുദ്ധമായി ജീവിക്കുവാൻ വേണ്ടി ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാണ്. ദൈവത്തിൻ്റെ സമയത്തിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ ഭൂമിയിൽ ജനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാനാണ് ഈശോ ആഗ്രഹിക്കുന്നത്. നമ്മുടെ മാനസാന്തര അനുഭവം വലിയ പ്രതീക്ഷകൾക്ക് ഇടം നൽകുന്നതാണ്. പത്രോസ് ശ്ലീഹായുടെ പ്രസംഗം നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ പ്രസംഗിച്ച് പത്രോസ് ശ്ലീഹ പറയുന്നുണ്ട്, ഈശോ മരിച്ചു, പീഡകൾ സഹിച്ച് അവൻ മരിച്ചു, കുരിശിൽ മരിച്ചു, എന്നാൽ അവൻ ഉത്ഥാനം ചെയ്തു. അവൻ വാഗ്ദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവിനെ അവിടുന്ന് നമ്മൾക്ക് നൽകിയത് നമ്മൾ കണ്ടില്ലേ. അപ്പോൾ ആദിമ ക്രൈസ്തവ സമൂഹം എന്ന് അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 37-ാം തിരുവചനം വായിക്കുമ്പോൾ ആദിമ ക്രൈസ്തവ സമൂഹം എന്നാണ് അതിൻ്റെ കണ്ടി. ഇങ്ങനെയാണ് പറയുക: അവർ പത്രോസോട് മറ്റ് അപ്പോസ്തലന്മാരോടുമായി ചോദിച്ചു, സഹോദരരെ, ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ജ്ഞാനസ്നാനം സ്വീകരിക്കുവിൻ, അപ്പോൾ ദൈവത്തിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ പശ്ചാത്തപിക്കണം. മാമോദീസ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ എല്ലാ പാവങ്ങളും ആ സമയത്ത് ആദിമ ക്രൈസ്തവ സമൂഹമായതുകൊണ്ട് മാമോദീസ സ്വീകരിക്കുമ്പോൾ ഉത്ഭവഭാവവും കർമ്മഭാവവും നിൽക്കുന്നതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും എന്ന് പത്രോസ് ശ്ലീഹ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പശ്ചാത്തപിച്ച് മാനസാന്തരത്തിലേക്ക് തിരിയണം. മാനസാന്തരത്തിന് വേണ്ട യോജിച്ച ഫലം നമ്മളിൽ നിന്ന് പുറപ്പെടുകയും വേണം. സ്വർഗ്ഗനാഥൻ ഈശോയെ ഞങ്ങളെ യഥാർത്ഥമായ മാനസാന്തരത്തിലേക്ക് നയിക്കണമേ. പാപം ഉപേക്ഷിക്കുക എന്നുള്ള തീരുമാനവും പാപത്തിൽ നിന്ന് അകന്നുള്ള ജീവിതവും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഞങ്ങളുടെ സംസാരത്തിൽ ലൗകികമായ ചിന്തകൾ, ലൈംഗികപരമായ സംസാരങ്ങൾ, വ്യർത്ഥമായ സംഭാഷണങ്ങൾ ഇത് നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ തന്നെ എൻ്റെ അധരത്തെയും നാവിനെയും വിശദീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതിൽ നിന്ന് അകലുവാൻ വേണ്ടി നമ്മൾ തീരുമാനമെടുക്കണം.
അങ്ങനെയുള്ള സംസാരങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കണം. അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളിൽ നിന്ന് മാറി സഞ്ചരിക്കണം. വ്യർത്ഥമായ സംഭാഷണം നടത്തുന്നവർ, അശുദ്ധമായ വാക്കുകൾ പറയുന്നവർ, അവരെ നിങ്ങൾ സ്നേഹിക്കുക, പക്ഷേ അവരെ ഈ വാക്കുകളിൽ നിന്ന് നിങ്ങൾ അകന്ന് ജീവിക്കുക. കാരണം നിങ്ങൾ ആ വ്യക്തിയെ വെറുക്കരുത്, കാരണം അവനിലുള്ള തിന്മയെയാണ് നിങ്ങൾ വെറുക്കേണ്ടത്. പ്രൈസ് ലോർഡ്. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പിഴവുകളുണ്ടെങ്കിൽ, നമ്മുടെ സംസാരത്തിൽ പിഴവുകളുണ്ടെങ്കിൽ, നാഥ എൻ്റെ അധരത്തെയും എൻ്റെ നാവിനെയും എൻ്റെ ഹൃദയത്തെയും എൻ്റെ ചിന്തകളെയും നീ വിശദീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അമ്മയെ ആശ്രയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഹൃദയമായി തിരുക്കുമാരൻ്റെ സന്നിധിയിൽ മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.